പ്രതിരോധ രംഗത്ത് നമ്മുടെ രാജ്യം വളരെ വലിയൊരു നേട്ടം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോജക്റ്റ് കുശയുടെ വിജയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തദ്ദേശീയമായിട്ട് നമ്മൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ 350 കിലോഗ്രാം ത്രസ്റ്റ് ശേഷിയുള്ള എക്സ്പെൻഡബിൾ ടർബോ ജെറ്റ് എഞ്ചിനെ കുറിച്ചാണ്. ഈ ഒരു എക്സ്പെൻഡബിൾ ടർബോ ജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് വിജയിപ്പിച്ചിരിക്കുകയാണ്. DRDOയുടെ കീഴിലുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ എഞ്ചിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ആസാദ് എഞ്ചിനീയറിംഗ് ആണ് ഇതിന്റെ നിർമ്മാണവും അസംബ്ലിയും പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ള ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യയാണിത്. ഇത് സ്വായത്തമാക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ ഏറ്റവും വലിയ തെളിവാണ്. പലർക്കും ഒരു സംശയമുണ്ടാകും, ഇതെന്ത് തരം ജെറ്റ് എഞ്ചിനാണ് എന്ന്. അതായത് നമ്മുടെ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ജെറ്റ് എഞ്ചിൻ അല്ല ഇത്. 350 കിലോഗ്രാം ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഈ ജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് എക്സ്പെൻഡബിൾ ജെറ്റ് എഞ്ചിനാണ്. എക്സ്പെൻഡബിൾ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ യാത്രാ വിമാനങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും എഞ്ചിനുകൾ വർഷങ്ങളോളം നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. എന്നാൽ ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന അഥവാ സിംഗിൾ യൂസ് അല്ലെങ്കിൽ വൺ വേ മിഷന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള എഞ്ചിനുകളാണ് ഈ എക്സ്പെൻഡബിൾ എഞ്ചിനുകൾ എന്ന് പറയുന്നത്. കുറഞ്ഞ സമയത്തേക്ക് മാത്രം പ്രവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്തെടുക്കുന്ന ഒരു ടെക്നോളജി. ഇത് വളരെ ചെറിയ ജെറ്റ് എഞ്ചിനുകളാണ്. ഇത്തരം ജെറ്റ് എഞ്ചിനുകൾ വളരെയധികം ഭാരം കുറഞ്ഞവയും വലുപ്പത്തിൽ ചെറുതുമായിരിക്കും. എന്നാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഉയർന്ന വേഗതയും ത്രസ്റ്റും നൽകാൻ കഴിവുള്ളതുമായിരിക്കും. എന്തിനാണ് ഈ ജെറ്റ് എഞ്ചിൻ ഇന്ത്യ വികസിപ്പിച്ചെടുത്തത്? എന്താണ് ഇതിന്റെ ഉപയോഗം? പ്രധാനപ്പെട്ട ഉപയോഗങ്ങളിലൊന്ന് ക്രൂയിസ് മിസൈലുകളിലുള്ള ഉപയോഗമാണ്. കരയിൽ നിന്നും കടലിൽ നിന്നും ശത്രുക്കളിലേക്ക് അല്ലെങ്കിൽ ശത്രു ലക്ഷ്യങ്ങളിലേക്ക് അതിവേഗത്തിൽ ദീർഘദൂരം സഞ്ചരിച്ച് ആക്രമണം നടത്തുന്ന ആന്റി ഷിപ്പ് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകൾക്ക് ആവശ്യമായ തുടർച്ചയായ ഉയർന്ന വേഗത നൽകുന്നത് ഇത്തരം എഞ്ചിനുകളാണ്. രണ്ടാമതായിട്ട് ഈ ആത്മഹത്യാ ഡ്രോണുകൾ ഉണ്ടാവുമല്ലോ. അതായത് ശത്രു മേഖലയ്ക്ക് മുകളിൽ നിശ്ചിത സമയം വട്ടമിട്ട് പറന്ന് ശത്രുക്കളുടെ നീക്കങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് അനുയോജ്യമായ സമയത്ത് സ്വയം പൊട്ടിത്തെറിച്ച് ആക്രമണം നടത്തുന്ന അത്യാധുനികമായ ഡ്രോണുകൾക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു എഞ്ചിനാണിത്. ഉയർന്ന വേഗതയിൽ പറക്കേണ്ട മീഡിയം റേഞ്ച് നിരീക്ഷണ ഡ്രോണുകൾക്കും ടാർഗറ്റ് ഡ്രോണുകൾക്കും സൈനിക പരിശീലനത്തിന് ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്കുമൊക്കെ കരുത്തു പകരാനും ഈ എഞ്ചിൻ നമുക്ക് ഉപയോഗിക്കാം. മറ്റൊന്ന്, ആന്റി ഡ്രോൺ സംവിധാനങ്ങളിലും മിസൈലുകളിലും ഈ എഞ്ചിൻ ഉപയോഗിക്കാമെന്നതാണ്. ശത്രുക്കളുടെ വലിയ ഡ്രോണുകളെയും മറ്റ് വ്യോമ ഭീഷണികളെയും വായുവിൽ വച്ച് തകർക്കുന്ന പ്രതിരോധ മിസൈലുകൾക്ക്, അതായത് എയർ ടു എയർ മിസൈലുകൾ, എയർ ടു സർഫസ് മിസൈലുകൾക്കൊക്കെ ഇത് അനുയോജ്യമായിട്ടുള്ള ഒരു എഞ്ചിനാണ്. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയിലൂടെയാണ് നമ്മൾ ഇത് വികസിപ്പിച്ചെടുത്തത്. ലോകോത്തര എയ്റോ എഞ്ചിൻ മെറ്റലർജിയും നിർമ്മാണ സാങ്കേതിക വിദ്യയും ആവശ്യമുള്ള വളരെ അപൂർവമായിട്ടുള്ള ഒരു ടെക്നോളജിയാണിത്. വിരളിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ തദ്ദേശീയമായിട്ട് എക്സ്പെൻഡബിൾ ടർബോ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കാൻ കഴിയുന്നത്. അതിലൊന്ന് അമേരിക്കയാണ്. അമേരിക്കയിലെ വില്യംസ് ഇന്റർനാഷണൽ, അതുപോലെ ടെലഡൈൻ എന്ന് പറയുന്ന ഒരു കമ്പനി, ഇവരൊക്കെയാണ് ഈ എഞ്ചിനുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റഷ്യയും ഇതേ സാദൃശ്യമുള്ള ഇതേ സമാനമായിട്ടുള്ള എഞ്ചിനുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രാൻസിന്റെ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനിയും സമാനമായിട്ടുള്ള എഞ്ചിനുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ചൈനയും സ്വന്തമായിട്ട് വിവിധ ശ്രേണിയിലുള്ള മിസൈൽ ടർബോ ജെറ്റ് എഞ്ചിനുകൾ വികസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഈ ഗ്രൂപ്പിലേക്കാണ് നമ്മുടെ ഇന്ത്യ കൂടി എത്തിയിരിക്കുന്നത്. ഇന്ത്യ നിർമ്മിച്ച ഈ 350 കിലോഗ്രാം ത്രസ്റ്റ് ശേഷിയുള്ള ടർബോ ജെറ്റ് എഞ്ചിൻ ഇന്ത്യക്ക് നൽകുന്ന അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. അതായത് നേരത്തെ നമുക്ക് ഇങ്ങനെയുള്ള ജെറ്റ് എഞ്ചിനുകൾ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ റഷ്യയുടെ അടുത്തു നിന്നോ ഫ്രാൻസിന്റെ അടുത്തു നിന്നോ ഒക്കെ നമ്മൾ വാങ്ങാറാണ് പതിവ്. എന്നാൽ ഈ പുതിയ എഞ്ചിന്റെ വികസനത്തോടെ മറഞ്ഞിരിക്കുന്ന വിദേശ ഉപരോധങ്ങളോ കയറ്റുമതി നിയന്ത്രണങ്ങളോ ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ മിസൈലുകളും ഡ്രോണുകളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. ഇന്ത്യ ഇത് ഡെവലപ്പ് ചെയ്തപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാധുനികമായിട്ടുള്ള സൂപ്പർ അലോയ് സാങ്കേതിക വിദ്യയാണ്. അതായത് ചെറിയ വലുപ്പത്തിൽ ഉയർന്ന താപനിലയും സമ്മർദ്ദവും താങ്ങാൻ ശേഷിയുള്ള തദ്ദേശീയമായിട്ടുള്ള സൂപ്പർ അലോയ്സ് ഉപയോഗിച്ചാണ് ഇതിന്റെ ടർബൈൻ ബ്ലേഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഭാരം വളരെ കുറവാണെങ്കിലും മിസൈലുകൾക്ക് അത്യാവശ്യമായ ഉയർന്ന വേഗത നൽകാൻ അതുകൊണ്ട് ഈ എഞ്ചിന് കഴിയും. ഇറക്കുമതി ചെയ്യുന്ന എഞ്ചിനുകളെ അപേക്ഷിച്ച് ഇതിന്റെ നിർമ്മാണ ചെലവ് വളരെ കുറവാണ് എന്നതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് ഇത് വൻതോതിൽ വേഗത്തിൽ നിർമ്മിച്ച് നൽകാൻ കഴിയും. മാസ് പ്രൊഡക്ഷൻ വളരെ നിർണായകമാണല്ലോ ഏതൊരു രാജ്യത്തും. ആ കാര്യത്തിൽ ഇത് ഇന്ത്യക്ക് വളരെ ഗുണം ചെയ്യും. ഒരൊറ്റ എഞ്ചിൻ ഡിസൈൻ ഉപയോഗിച്ച് തന്നെ നാവികസേനയുടെ ആന്റി ഷിപ്പ് മിസൈലുകൾ,
മീഡിയം റേഞ്ച് ആൻറ്റി ഡ്രോൺ സിസ്റ്റങ്ങൾ, ലോങ് റേഞ്ച് ഡ്രോണുകൾ, ഇവയ്ക്കെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് വിവിധ പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾക്ക് ഘടിപ്പിക്കാൻ കഴിയുന്ന വിധമാണ് നമ്മൾ ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. DRDOയുടെ ശാസ്ത്രീയ ഡിസൈൻ ഹൈദരാബാദിലെ ആസാദ് എഞ്ചിനീയറിംഗ് എന്ന സ്വകാര്യ പങ്കാളി വെറും 24 മാസത്തിനുള്ളിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ ഒരു വിമാന എഞ്ചിനാക്കി ഇതിനെ മാറ്റുകയുണ്ടായി. ഒരു പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ രാജ്യം നിർമ്മിക്കുന്ന ഈ കാറ്റഗറിയിലെ ആദ്യത്തെ എഞ്ചിൻ കൂടിയാണിത്. സോ ഇത് ഇന്ത്യയുടെ സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തത്തിന്റെ സ്ട്രെങ്തും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാങ്കേതിക മികവും ഒത്തുചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ നേട്ടമായിട്ട് തന്നെ നമുക്ക് കാണാം. സോ ഇത് ഭാവിയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഡിഫൻസ് രംഗത്തെ കൂടുതൽ ശക്തമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു കണ്ടെത്തലാണ്.